ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വലിയ നോമ്പ് ആരംഭിക്കുന്ന ഈ അവസരത്തിൽ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്താപ ബോധത്തോടുകൂടി പുതിയ ഒരു ആത്മീയ വ്യക്തിയായി നമ്മൾക്ക് മാറാം. മത്സ്യമാംസാദികൾ വർജിക്കുന്നതോടൊപ്പം ഈ വർഷം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലും അല്പം നിയന്ത്രണം കൊണ്ടുവരാം. ഈ നോമ്പുകാലത്ത് വൈകുന്നേരം 6 മണി മുതൽ പിറ്റേന്ന് രാവിലെ 6 വരെ നമ്മൾ നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. ഈ സമയം ഇൻ്റർനെറ്റ് വഴിയുള്ള പരിപാടികൾ കാണുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. 2 വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ ഫോൺ പരിപൂർണമായും സ്വിച്ച് ഓഫ് ചെയ്യുക. ഈ സമയം കുരിശിൻ്റെ വഴി, ജപമാല എന്നിവ ചൊല്ലുക. 10 വയസ്സിനു താഴെയുള്ള മക്കൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകുകയില്ലെന്ന് തീരുമാനമെടുക്കുക. 4 ബെഡ്റൂമിൽ പ്രവേശിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയില്ലെന്ന് തീരുമാനമെടുക്കുക. 5 മൊബൈൽ ഫോൺ വഴി സിനിമകളും സീരിയലുകളും ഈ 50 ദിവസവും കാണുകയില്ലെന്ന് തീരുമാനിക്കുക. ഈ 5 കാര്യങ്ങളും ഈ വലിയ നോമ്പിൽ നമ്മൾക്ക് അനുഷ്ഠിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തീരുന്നത് കാണുവാൻ നമ്മൾക്ക് കഴിയും. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന യുവജനങ്ങളെ സമർപ്പിക്കാം. അവരെ പ്രത്യേകമായി ഓർക്കാം. സ്വബോധത്തോടെ ഇരിക്കുവാനുള്ള വിവേകം യുവതി യുവാക്കൾക്ക് ലഭിക്കണമേ എന്ന് ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഏവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.